എല്ലാ പേർക്കും കോപ്പറേറ്റീവ് വേക്കറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ LD ക്ലർക്ക് അപ്പെക്സ് സൊസൈറ്റിയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പാർട്ട് 1. അപ്പോൾ നമ്മളിപ്പോൾ പാർട്ട് 2 ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പാർട്ട് 1ൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണുക. അതേപോലെ തന്നെ നമ്മുടെ LD ക്ലർക്ക് അപ്പെക്സ് സൊസൈറ്റി കെയർ ഓഫ് അസിസ്റ്റൻറ്റിന് മുന്നോടിയായിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് അതല്ലെങ്കിൽ ഒരു PDF തയ്യാറാക്കുന്നുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ മൊഡ്യൂൾ 1 തൊട്ട് മൊഡ്യൂൾ 10 വരെയുള്ള സബ്ജക്റ്റ് പുറമെ ഇംഗ്ലീഷ്, GK, IT എന്നീ വിഭാഗങ്ങളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു 1000-ഓളം വരുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഇപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂൾ എടുക്കുകയാണെങ്കിൽ ആ മൊഡ്യൂൾ 10 മാർക്കിൻ്റെ മൊഡ്യൂളാണെങ്കിൽ അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കാം, PSCയുടെ ഒരു പാറ്റേൺ അനുസരിച്ച്, ഇപ്പോഴത്തെ ഒരു നിലവാരം അനുസരിച്ച് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് മോഡൽ, അല്ലാതെയുള്ള നമ്മുടെ കുറച്ചും കൂടെ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് നമ്മൾ റെഫർ ചെയ്ത് മനസ്സിലാക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ PDF തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ PDF നിങ്ങൾക്ക് PSC, കാരണം നമുക്കറിയാം CSEB നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് PSCയുടെ ചോദ്യങ്ങളെന്ന് പറയുന്നത്. അതേപോലെ തന്നെ കൂടുതലും ടെക്സ്റ്റ് ബുക്കിൽ ആസ്പദമാക്കിയായിരിക്കും എന്ത് വരുന്നത്, PSC ചോദ്യങ്ങൾ വരുന്നത്. എന്നാൽ മോഡറേറ്റ് ആയിരിക്കും. എന്നാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രാക്ടീസ് ഇല്ലാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യമാണെന്ന് പറഞ്ഞ് പിന്നെയും പഠിക്കാത്തതിൻ്റെ പേരിൽ നമ്മൾ വിട്ട് കളയുന്ന ചോദ്യങ്ങളിൽ നിന്നായിരിക്കും നമ്മൾ കൺഫ്യൂസിങ് ചെയ്യുന്ന ഫാക്ട്സുകൾ വരുന്നത്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഈ അവസാനഘട്ട തയ്യാറെടുപ്പ് നടത്തുന്ന ഒരു ലാസ്റ്റ് ലാപ്പ് റിവിഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പം ഒരു റിവിഷൻ മെത്തഡായിട്ട് ഇതിനെ കാണുക. ഇതിൽ 1000-ഓളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ വരുന്ന ഒരു 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ കവർ ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് എന്തായാലും ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയായിരിക്കും, പഠിച്ച ചോദ്യങ്ങൾ തന്നെയായിരിക്കും. ആ ചോദ്യങ്ങൾ നമുക്കൊരു അറേഞ്ച് ഇല്ല അല്ലേ, നമുക്ക് അവസാന നിമിഷമാകുമ്പോൾ നമുക്ക് ഇങ്ങനെ അവിടുന്ന് ഇവിടുന്നുമായിട്ടുള്ള നമ്മുടെ പഠിത്തം അത് ഭയങ്കരമായിട്ട് നമ്മളെ പുറകിലോട്ടാക്കും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടുള്ളൊരു മൊഡ്യൂൾ വൈസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉപകാരപ്പെടും. അപ്പം ഇത് സാമ്പിൾ PDF നമ്മൾ ഉറപ്പായിട്ട് നാളെ ഈവനിങ് തന്നെ നമ്മൾ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം എന്തായാലും നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ PDF-ൻ്റെ മറ്റു ഡീറ്റെയിൽസും അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന 9 മണിയാകുമ്പോൾ നമ്മൾ നടത്തുന്ന എക്സാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ മാക്സിമം യൂസ് ചെയ്യുക. നിങ്ങളുടെ പഠിത്തത്തെ കുറച്ചും കൂടെ ബിൽഡപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ശരി, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് നിർത്തിയെന്ന് ബാക്കി തുടങ്ങുകയാണ്. 22ാമത്തെ ചോദ്യം, ദ ഡാഷ് ഷാൾ ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ് അപ്പോയിന്റ് എ പേഴ്സൺ ടു ബി ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് വിത്ത് ജൂറിസ്ഡിക്ഷൻ ഓവർ ദ ഹോൾ ഓഫ് ദ സ്റ്റേറ്റ്. ഓപ്ഷൻസ് നോക്കുമ്പോൾ രജിസ്ട്രാർ, കോപ്പറേറ്റീവ് യൂണിയൻ, ഗവൺമെൻറ്, അപ്പെക്സ് സൊസൈറ്റി. നമുക്കറിയാം DCA എന്ന് പറയുന്ന പോസ്റ്റിലോട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്, ഗവൺമെൻറ് ആണ്. ആരാണ്, ഗവൺമെൻറ് ആണ് കേട്ടോ. അപ്പോൾ ആൻസർ ഗവൺമെൻറ്. രണ്ടാമത്തെ ചോദ്യം, ദ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കയർ ടെക്നോളജി എവിടെയാണ് ചോദിച്ചേക്കുന്നത്. ദ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കയർ ടെക്നോളജി എന്ന് പറയുന്നത് എവിടെയാണ്, ബാംഗ്ലൂരാണ്. എവിടെയാണ്, ബാംഗ്ലൂരാണ് ആൻസർ വരുന്നത് ബാംഗ്ലൂരാണ്. ഈ സെൻട്രൽ കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ചിട്ടുണ്ട്. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ചോദിക്കുന്നതെങ്കിൽ അത് ആലപ്പുഴയിലെ കലവൂരിലാണ്. ഇനി അടുത്തത്, ദ ഇയർ ഇൻ വിച്ച് ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ കേരള. കേരളത്തിലെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സായ വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. കേരളത്തിലെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സായ വർഷം എന്നാണ്, 1969. ഓക്കെ, അടുത്ത ചോദ്യം ഒന്ന് മാറ്റി ചോദിച്ചിട്ടുണ്ട്. KCSന്റെ അമെൻമെന്റ് ആക്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. KCSന്റെ അമെൻമെന്റ് ആക്ട് എന്നായിരിക്കും 1971. KCSന്റെ അമെൻമെന്റ് ആക്ട് എന്നാണ് 1971. അടുത്ത 26ാമത്തെ ചോദ്യം, ഹൂ പബ്ലിഷ്ഡ് ദ പബ്ലിക്കേഷൻ കോ ഓപ്പറേറ്റർ ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ കോ ഓപ്പറേറ്റർ പബ്ലിക്കേഷൻ ഇറക്കിയത് ആരെന്നാണ് ചോദിച്ചത്. ആരാണ്, വില്യം കിങ് ആണ്. ആരാണ്, വില്യം കിങ് ആണ്. 1828 വില്യം കിങ് എന്ത് ചെയ്തത്, കോ ഓപ്പറേറ്ററിന്റെ പബ്ലിക്കേഷൻ ഇറക്കുന്നത്. ഹൂ ക്യാൻ കൺവീൻ ദ ലാസ്റ്റ് ജനറൽ ബോഡി ഓഫ് എ സൊസൈറ്റി. ഹൂ ക്യാൻ കൺവീൻ ദ ലാസ്റ്റ് ജനറൽ ബോഡി ഓഫ് എ സൊസൈറ്റി. ആർക്കാണ് ലാസ്റ്റ് ജനറൽ ബോഡി വിളിച്ചു ചേർക്കാനുള്ള അത് വരുന്നത്, ആർക്കാണ് നോക്കാം. ദ ലിക്വിഡേറ്റർ, ദ മെമ്പേഴ്സ്, ദ ഗവൺമെന്റ്, ദ രജിസ്ട്രാർ. അത് ആർക്കാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ A ആണ് ശരി ഉത്തരം, ദ ലിക്വിഡേറ്റർ ആണ്. കാര്യം, ദ ലിക്വിഡേറ്റർ ആണ് ലാസ്റ്റ് ജനറൽ ബോഡി വിളിച്ച് ചേർക്കുന്നതെന്ന് പറയുന്നത് സെക്ഷൻ 69-9 സെക്ഷൻ 69-9 ലിക്വിഡേറ്റർ ജനറൽ ബോഡി വിളിച്ച് ചേർക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് ജനറൽ ബോഡി വിളിച്ച് ചേർക്കുന്നതിനെ കുറിച്ചാണ്. ഓർത്തിരിക്കുക, സെക്ഷൻ 69-9. ഓക്കെ, സെക്ഷൻ 69-10 എന്താണ് പറയുന്നത്, കോമൺ ലിക്വിഡേഷൻ ഫണ്ട്. എന്താണ് സെക്ഷൻ 69
10 പറയുന്നത് കോമൺ ലിക്വിഡേഷൻ ഫണ്ട്. സെക്ഷൻ 69 പറയുന്നത് ലാസ്റ്റ് ജനറൽ ബോഡി വിളിച്ചു ചേർക്കുന്നത്, ലിക്വിഡേറ്റർ ലാസ്റ്റ് ജനറൽ ബോഡി വിളിച്ചു ചേർക്കുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്ത 28ാമത്തെ ചോദ്യം, ദ ടേം കോ ഓപ്പറേഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ഡാഷ് വേർഡ് കോപ്പറാറി വിച്ച് മീൻസ് എന്നാണ് ചോദിച്ചത്. അതായത് കോപ്പറേഷൻ എന്നുള്ള വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് ഉണ്ടായെന്ന് ചോദിച്ചാൽ ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. കോപ്പറാറി എന്നുള്ള വാക്കിന്റെ അർത്ഥം, കോപ്പറാറി എന്നുള്ള വാക്കിന്റെ അർത്ഥം ചോദിച്ചാൽ ടു വർക്ക് എന്നാണ്. ക്ലിയർ ആണല്ലോ. കോപ്പറേഷൻ എന്നുള്ള ടേം ഉണ്ടായത് ലാറ്റിൻ ഭാഷയിലാണ്. കോ ഓപ്പറാറി എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ടു വർക്ക് എന്നാണ്. അടുത്ത 29ാമത്തത്, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ഈസ് വൺ ഓഫ് ദ പൈവോട്ടൽ പ്രിൻസിപ്പിൾസ് ഫോളോഡ് ബൈ. ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ഈസ് വൺ ഓഫ് ദ പൈവോട്ടൽ പ്രിൻസിപ്പിൾസ് ഫോളോഡ് ബൈ. ആൻഡ് HUF എന്താണ്? ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയാണ് HUF. എ കമ്പനി, എ പാർട്ണർഷിപ്പ് ഫേം, നൺ ഓഫ് ദീസ്. ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്, കിട്ടുന്ന സർപ്ലസിനെ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കൂട്ടത്തിൽപ്പെട്ട ആരും ഞാൻ ഇതിനകത്ത് കണ്ടില്ല. നോക്കുമ്പം ഹിന്ദു അൺഡിവൈഡ് ഫാമിലി എന്ത് വന്നാലും കൊടുക്കൂല. എ കമ്പനി, എ പാർട്ണർഷിപ്പ് ഫേം, നൺ ഓഫ് ദീസ്. എന്താണ്? നൺ ഓഫ് ദീസ് ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റിയൊക്കെ അല്ലേ ഈ പറയുന്ന പോലെ ഒരു ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നൺ ഓഫ് ദീസ് ആണ്. അങ്ങനെ ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ഓപ്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നൺ ഓഫ് ദീസ് ആണ് ആൻസർ. ഇനി ഓൺലി എ പേഴ്സൺ ഹു ഹാസ് അറ്റൈൻഡ് ദ ഏജ് ഓഫ് ഡാഷ് ഇയേഴ്സ് ക്യാൻ ബിക്കം എ മെമ്പർ ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പർ ആവുന്നത് കുറഞ്ഞ പ്രായം എത്ര എന്നാണ് ചോദിച്ചത്. 21 ഫോർ ഫുൾ മെമ്പർഷിപ്പ് ആൻഡ് 15 ഫോർ മൈനേഴ്സ്, 21 ഫോർ ഫുൾ മെമ്പർഷിപ്പ് ആൻഡ് 18 ഫോർ ബെനിഫിഷ്യൽ മെമ്പേഴ്സ്, 21, 18. 18 വയസ്സാണ് ശരി ഉത്തരം. എന്താണ്? 18 വയസ്സ്. AB ഒക്കെ ഓപ്ഷൻ കാണുമ്പോൾ കൺഫ്യൂഷനൊന്നും അടിക്കേണ്ട ഒരു ആവശ്യമില്ല. 18 വയസ്സാണോ നിങ്ങൾക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എന്താവാം? മെമ്പർ ആകാം. ഓക്കെ, അതിന് നമ്മൾ ഏത് പേഴ്സൺ ആണ് മെമ്പർ ആകാൻ യോഗ്യത എന്നുള്ളത് പറയുന്നത് സെക്ഷൻ 16ലാണ്. ഓക്കെ, അടുത്തത് 31ാമത്തെ ചോദ്യം, ദ ബർത്ത് ഓഫ് എ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഈസ് ഇൻ. ദ ബർത്ത് ഓഫ് എ കോപ്പറേറ്റീവ് മൂവ്മെന്റ്, കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ജനനം എവിടെയാണ്? ഇവിടെ ഓപ്ഷൻസിനകത്ത് ജർമ്മനി, കാനഡ, നെതർലാൻഡ്. ഇവർ 3 പേരും അല്ല. നൺ ഓഫ് ദീസ് ആണ് ഉത്തരം. ഇംഗ്ലണ്ടിലാണ് ആൻസർ, ഇംഗ്ലണ്ടാണ് വരുന്നത്. ഓക്കെ, അടുത്ത 32, ദ കോപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റീസ് കം അണ്ടർ ദ കാറ്റഗറി ഓഫ്. കോപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റി താഴെ പറഞ്ഞിട്ടുള്ള ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി, റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി, പ്രൈമറി സൊസൈറ്റി. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഈ ക്വസ്റ്റ്യൻ, ഈ മോഡലിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നമ്മുടെ ഈ വരുന്ന പരീക്ഷയ്ക്ക് ചോദിക്കും. കാര്യം എന്തെന്ന് വെച്ചാൽ അത് എടുത്ത് പറയുന്ന ഒരു പോർഷനാണ്. ഈ ക്രെഡിറ്റ് സൊസൈറ്റീസിനകത്ത് ഈ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഏതാണ്, നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഏതാണ്, ഷോർട്ട് ടേം ഏതാണ്, മീഡിയം ടേം ഏതാണ്, ലോങ് ടേം ഏതാണ് എന്നൊക്കെ അറിഞ്ഞിരിക്കണം. ക്ലാസിഫിക്കേഷൻസ് മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ ഫാമിംഗ് സൊസൈറ്റി എന്ന് പറയുന്നുണ്ടല്ലോ, കോപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റി എന്തുവാ? കോപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റീസ് യാതൊരു കാരണവശാലും ക്രെഡിറ്റ് കൊടുക്കുന്നില്ല. പക്ഷെ അഗ്രികൾച്ചറാണ്, ഇവർ അഗ്രികൾച്ചറിലാണ്, പക്ഷെ ഇവരെന്ത് ചെയ്യുന്നില്ല? ക്രെഡിറ്റ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് വരുന്നത്. ഇനി മറ്റൊരു കൺഫ്യൂഷൻ വരാനുള്ള കാരണമുണ്ട്. ഈ ഫാമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അത് TA പൈ കമ്മിറ്റി പ്രകാരം വരുന്നതാണ്. അവിടെ ഷോർട്ട് ടേം, മീഡിയം ടേം ലോൺ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് ക്രെഡിറ്റിൽ വരുന്നതാണ്. ക്ലിയർ ആണല്ലോ, അത് ക്രെഡിറ്റ് വരുന്ന സ്ഥാപനമാണ്. ഇതെന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് ആണ്. ഓക്കെ, അവിടെ ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട്, ഇവിടെ എന്ത് ചെയ്യുന്നില്ല? ക്രെഡിറ്റ് കൊടുക്കുന്നില്ല. കോപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റി എന്ത് ചെയ്യുന്നില്ല? ക്രെഡിറ്റ് കൊടുക്കുന്നില്ല. കാരണം നമ്മൾ ഇതിന്റെ കാറ്റഗറീസ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. ടെനന്റ് ഫാമിംഗ്, ബെറ്റർ ഫാമിംഗ്, ജോയിന്റ് ഫാമിംഗ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതെല്ലാം കോപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റീസിനകത്ത് വരുന്ന കാറ്റഗറീസ് ആണ്. അതും മറന്നു പോകരുത്. അതിൽ നിന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത 33ാമത്തെ ചോദ്യം, ഗയ ഡയറി ബ്രാൻഡ് ഓണേഴ്സ്. ഗയ ഡയറി ബ്രാൻഡ് ഓണേഴ്സ് ഗുജറാത്ത് സ്റ്റേറ്റ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ, ബീഹാർ സ്റ്റേറ്റ് ഗവൺമെന്റ്, ബീഹാർ സ്റ്റേറ്റ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ, ഗുജറാത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ്. ഗയ ഡയറിയുടെ ആൻസർ ബീഹാർ സ്റ്റേറ്റ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. ബീഹാർ സ്റ്റേറ്റ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ്റെയാണ് ഗയ ഡയറി എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഗുജറാത്ത് സ്റ്റേറ്റ് നമുക്കറിയാം. ഗുജറാത്ത് സ്റ്റേറ്റിന്റെ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ഏതാണ്? അമൂൽ വരുന്നതിലാണ്. അടുത്ത 34ാമത്തെ ചോദ്യം, ഹൂ വാസ് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് മിനിസ്റ്റർ ഇൻ കേരള? എല്ലാവർക്കും അറിയാം, ജോസഫ് മുണ്ടശ്ശേരി. ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ് എന്തോ ഫസ്റ്റ് കോപ്പറേറ്റീവ് മിനിസ്റ്റർ ഇൻ കേരള എന്ന് പറയുന്നത്. അടുത്ത 35ാമത്തെ ചോദ്യം, മെൻഷൻ ദ നെയിം ഓഫ് കേരള ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഓക്കെ, കേരള ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആരെന്നാണ് ചോദിച്ചത്. കേരള ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് എന്ന് പറയുന്നത് സുരഭിയാണ്. ആരാണ്? സുരഭിയാണ്. ഹാൻഡ്ലൂം ആണെങ്കിൽ ആര് വന്നേനെ? ഹാൻഡെക്സ് വന്നേനെ. ഓക്കെ, കേരള ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആരാണ്? സുരഭിയാണ്.
ഇനി അടുത്തത് ദ ഇയർ ഇൻ വിച്ച് മത്സ്യഫെഡ് ഈസ് രജിസ്റ്റേർഡ് ആസ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഏത് വർഷമാണ് മത്സ്യഫെഡിന് എന്തായിട്ട് കാണുന്നത്? ഒരു കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് രജിസ്റ്റർ ചെയ്തതാണ് ചോദിച്ചാണ്. ഏത് വർഷമാണ്? 1984, 1974, 94, 95. ശരിയായ ഉത്തരം ഏതായിരിക്കും? 1984 മാർച്ച് 19 19/3/1984 മത്സ്യഫെഡിന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. മത്സ്യഫെഡിന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഓക്കെ, ഈ മത്സ്യഫെഡ് പ്രധാനപ്പെട്ട പ്രോഡക്ട്സുകൾ ഓർത്ത് വെച്ചോണം. ന്യൂട്രിഫിഷ്, ചിറ്റോൺ, ചിറ്റോസൻ, ചിറ്റിൻ. എന്നാണ് ന്യൂട്രിഫിഷ്, ചിറ്റോൺ, ചിറ്റോസൻ, ചിറ്റിൻ. ന്യൂട്രിഫിഷ്, ചിറ്റോൺ, ചിറ്റോസൻ, ചിറ്റിൻ. ഇനി ന്യൂട്രിഫിഷ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസർ ആണ്. അതുപോലെ തന്നെ മത്സ്യഫെഡിന്റെ പ്രധാന പബ്ലിക്കേഷൻ ആണ് ഏത്? മത്സ്യഫെഡിന്റെ പ്രധാന പബ്ലിക്കേഷൻ ഏതാണ്? മത്സ്യ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത്, ഹൂ സ്റ്റാർട്ടഡ് അർബൻ ബാങ്ക്സ് ഇൻ ഇറ്റലി? ഇറ്റലിയിൽ അർബൻ ബാങ്കുകൾ ആരംഭിച്ചത് ആരാണ്? ഡോക്ടർ വില്യം കിങ്, ലൂസി ലുസാട്ടി, കോട്രോച്ചി, റോബർട്ട് ഓവൻ. നമുക്കറിയാം ഇറ്റലിയിലെ അർബൻ ബാങ്ക് കൊണ്ടുവന്നത് ഓപ്ഷൻ ബി നമ്മൾ പഠിച്ചിട്ടുള്ള ലൂഗി ലുസാട്ടിയാണ്. ഓക്കെ, ഇവിടെ ലൂസി ലുസാട്ടി എന്ന് നിൽക്കുന്നു, ലൂഗി ലുസാട്ടി. ഇനി ഹൂ സ്റ്റാർട്ടഡ് അർബൻ ബാങ്ക്സ് ഇൻ ഇറ്റലി? ഏത് വർഷമാണെന്ന് അറിയാവോ? മിലനിലാണ് വരുന്നത്. 1866 എന്ത് ചെയ്യുന്നത്? വരുന്നത്. മിലനിൽ 1866 ആദ്യത്തെ കോപ്പറേറ്റീവ് ബാങ്ക് വന്നത്. ആദ്യത്തെ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ അർബൻ ആയിരുന്നു. പിന്നെ 1883 ആദ്യത്തെ റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക് വരുന്നത്. ഓക്കെ, 1866 എന്ത് വരുന്നത്? അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. മിലനിൽ വരുന്ന ആദ്യത്തെ കോപ്പറേറ്റീവ് ബാങ്ക് ഏതെന്ന് വെച്ചാണ് 1866. ഹൂ സ്റ്റാർട്ടഡ് അർബൻ ബാങ്ക്സ് ഇൻ ഇറ്റലി? ലൂയി ലുസാട്ടി. ക്ലിയർ ആണല്ലോ. ഓക്കെ, അടുത്തത് നോക്കാം. 38ാമത്തത് ക്രിപ്കോ ആണ്. എന്താണ് ക്രിപ്കോ? ക്രിപ്കോ ഈസ് ആൻ ഡാഷ്. ക്രിപ്കോ എന്താണെന്ന് ചോദിച്ചാണ്. ക്രിപ്കോ ഈസ് ആൻ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇന്റർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇൻട്രാ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇന്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ. കൺഫ്യൂഷൻ വരുന്നത് ഇന്റർ സ്റ്റേറ്റും ഇൻട്രാ സ്റ്റേറ്റ് ആണ്. ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ഇന്റർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇവിടുത്തെ ഉത്തരം എന്താണ്? ഇന്റർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ക്രിപ്കോ വരുന്ന വർഷം എന്നാണ്? 1980 ഏപ്രിൽ 17 ആര് വരുന്നത്? ക്രിപ്കോ വരുന്നത്. 1980 ഏപ്രിൽ 17 ആര് വരുന്നത്? ക്രിപ്കോ വരുന്നത്. എവിടെ ആസ്ഥാനം? ഉത്തർപ്രദേശിലെ നോയിഡയാണ്. പ്രധാനപ്പെട്ടുള്ള 2 പ്ലാന്റുകൾ ഓർത്തിരിക്കുക. ഒന്ന് അമോണിയ പ്ലാന്റ് ഹസീറ, ഗുജറാത്ത്. 2 പവർ പ്ലാന്റ് ജുൻജുന. എന്താണ് പവർ പ്ലാന്റ്? ജുൻജുന. അമോണിയ പ്ലാന്റ് ഹസീറ, പവർ പ്ലാന്റ് ജുൻജുന. മറന്നു പോരുതേ. അടുത്തത് 39. DR ഗാഡ്ഗിൽ ഈസ് വെൽ നോൺ ആസ് ദ ഓപ്ഷൻ എ ഫാദർ ഓഫ് കോപ്പറേഷൻ ഇൻ ഇംഗ്ലണ്ട്, പ്രിപ്പയറർ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ഓപ്ഷൻ ഡി ഫാദർ ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത്. നമുക്കറിയാം DR ഗാഡ്ഗിൽ എന്ന് പറയുന്ന ആൾ എന്താണ്? ഫാദർ ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത്. ഇതിന്റെ ഈ പറഞ്ഞ പോലെ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് കൊണ്ടുവന്ന ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? DR ഗാഡ്ഗിലാണ്. അതേപോലെ ഒരു പബ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ, അത് പറഞ്ഞാൽ DR ഗാഡ്ഗിൽ നിന്ന് എഴുതരുത്. അഗ്രികൾച്ചറൽ കോ ഓപ്പറേഷൻ ഇൻ കോമൺവെൽത്ത്. എന്താണ് അഗ്രികൾച്ചറൽ കോ ഓപ്പറേഷൻ ഇൻ കോമൺവെൽത്ത്? അത് ആരുടെ പബ്ലിക്കേഷൻ ആണെന്ന് വെച്ചാൽ കോമൺവെൽത്ത് എന്നുള്ള ടേം വന്നുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞത്. അഗ്രികൾച്ചർ കോഓപ്പറേഷൻ കോമൺവെൽത്ത് അത് വന്നിട്ട് മാർഗരറ്റ് ഡിഗ്ബി ആണ്. എന്താണ് മാർഗരറ്റ് ഡിഗ്ബി? MARGRET മാർഗരറ്റ് ഡിഗ്ബി ആണ്. ഓക്കെ, അത് ഓർത്തിരിക്കണേ. അടുത്ത 40ാമത്തെ ചോദ്യം, who took over the activities of Agricultural Refinance and Development Corporation stopped its function in 1982. 1982 ARDCയുടെ ആക്ടിവിറ്റീസ് ഏറ്റെടുത്തോടുകൂടി ഏറ്റെടുത്ത സ്ഥാപനം ഏതായിരിക്കും? ഏതാണ് ചോദിച്ചത്? കോപ്പറേറ്റീവ് യൂണിയൻ, നബാർഡ്, ICA, RBI. നമുക്കറിയാം 1981 ആക്ട് പ്രകാരം നബാർഡ് രൂപീകരിക്കുകയും 1982 മുതൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്ത ആര്? നബാർഡ്. ARDC നിന്ന് ആരാണ്? നബാർഡാണ് അത്തരം ആക്ടിവിറ്റീസ് ഏറ്റെടുത്തത്. അപ്പോൾ അവിടുത്തെ ആൻസർ നബാർഡാണ്. 41 ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് നാഫെഡ്. ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. ജനീവ, വാഷിങ്ടൺ, ഇംഗ്ലണ്ട്, ന്യൂഡൽഹി. ഇത് 2018 ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ആയിരിക്കും 2024 ചോദിക്കുന്ന കരുതി കളയല്ലേ. കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ്മെന്റ് മോഡൽ ചോദ്യങ്ങൾ വരാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ന്യൂഡൽഹിയാണ്. അടുത്ത 42
സെക്ഷൻ ഡാഷ് ഓഫ് ദ KCS ആക്ട് ഗീവ്സ് എ പ്രൊവിഷൻ റിലേറ്റിംഗ് ടു വൈൻഡിങ് ഓഫ് ബാങ്കിങ് കമ്മിങ് അണ്ടർ DICGC. ഓക്കെ, ബാങ്കിങ് കം അണ്ടർ DICGC. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് വെച്ചാൽ DICGCയുടെ കീഴിൽ വൈൻഡിങ് അപ്പ് നടക്കുന്നത് KCS ആക്ട് ഏത് പ്രകാരം എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഇൻഷുറൻസ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 74A ആണ്. എന്താണ്? സെക്ഷൻ 74A ആണ് എന്തോന്ന്? ഇൻഷുറൻസ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ. ഈ DICGC എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി ആണ്. അതായത് നമ്മുടെ റിസർവ് ബാങ്കിന്റെ കീഴിൽ ഇൻഷുറൻസ് ഉറപ്പ് വരുത്തുന്നതാണ് ഈ ഏത് പറയുന്നത് സെക്ഷൻ 74A എന്ന് പറയുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്ന ബാങ്കാണ് ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്കുകൾ എന്ന് പറയുന്നത്. നമ്മുടെ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളല്ലേ ഇതിനകത്ത് വരുന്നതാണ്, ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്കിനകത്ത് വരുന്നതാണ്. സെക്ഷൻ 74A ആണ് ഇവിടുത്തെ ശരിയായ ഉത്തരവ് എന്ന് പറയുന്നത്. DICGC വരുന്ന വർഷം 1978 DICGC വരുന്നത്. ഓക്കെ, ഇനി when a member can exercise his right to withdraw his share from a cooperative society. Okay, when a member can exercise right to withdraw his share from a cooperative society. എത്ര വർഷം കൂടുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്മുടെ ഷെയർ വിഡ്രോ ചെയ്യണമെങ്കിൽ ഒരു മെമ്പറിന് മിനിമം എത്ര വർഷം ആകണമെന്നാണ് ചോദ്യം. മിനിമം എത്ര വർഷം വെച്ചാൽ കനോട്ട് വിഡ്രോ ആഫ്റ്റർ 5 years, ആഫ്റ്റർ 3 years, നൺ ഓഫ് ദീസ്. ആഫ്റ്റർ 2 years എന്നൊക്കെ ഓപ്ഷൻ തന്നാൽ അതാണോ? അല്ല, അതല്ല. ആൻസർ എന്ന് പറയുന്നത് ആഫ്റ്റർ 3 years ആണ്. ആഫ്റ്റർ 3 years. അടുത്തത് നാഷണൽ സെന്റർ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, NCCE ആണ്. NCCE വന്നേക്കുന്ന ആസ്ഥാനം എവിടെയാണെന്ന് ചോദ്യം. ഗുജറാത്ത്, ഹരിയാന, ന്യൂഡൽഹി, ഡെറാഡൂൺ. NCCE വന്നേക്കുന്നത് ന്യൂഡൽഹിയിലാണ്. വർഷം 1958. എഡ്യൂക്കേഷൻ നിലനിർത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെ സ്പ്രെഡിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് NCCE എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വിച്ച് കമ്മിറ്റി റെക്കമെൻഡ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇത് ക്രെഡിറ്റ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത് ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ TA പൈ കമ്മിറ്റിയാണ്. TA പൈ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്താണ് വരുന്നത് ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി വരുന്നത്. ഷോർട്ട് ടേം മീഡിയം ടൈം ലോൺ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത് ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് ടു മാനേജ് ദ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് എന്നാൽ അതാണ് ബേസിക് കാര്യം. ഇവരുടെ ഫംഗ്ഷനിൽ പറയുന്ന കാര്യമാണ് ടു മാനേജ് ദ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇനി നരസിംഹം കമ്മിറ്റി 1975 റെക്കമെൻഡ് ഫോർ ദ ഫോർമേഷൻ ഓഫ്. ഏതാണ് നരസിംഹം കമ്മിറ്റി? 1975 എന്താ റെക്കമെൻഡ് ചെയ്തത്? റീജിയണൽ റൂറൽ ബാങ്ക് ആണ് റെക്കമെൻഡ് ചെയ്തത്. എന്താണ്? റീജിയണൽ റൂറൽ ബാങ്ക്. റീജിയണൽ റൂറൽ ബാങ്ക് റെക്കമെൻഡ് ചെയ്ത ആരാണ്? നരസിംഹം കമ്മിറ്റി 1975 റെക്കമെൻഡേഷൻ. ഓക്കെ, ഇനി 47 ദ ഇയർ ഇൻ വിച്ച് നാഷണൽ പോളിസി ദേശീയ നയം സഹകരണ മേഖലയുമായി സഹകരണത്തിൽ ഉണ്ടായ ദേശീയ നയം എന്ന് പറയുന്നത് ഏത് വർഷമാണ് ഇന്ത്യയിൽ ഡിക്ലെയർ ചെയ്തത് എന്നാണ്? 2001 ഏത് വർഷം? 2001 കേട്ടോ. നാഷണൽ പോളിസി ഓൺ കോപ്പറേഷൻ ഈസ് ഡിക്ലെയർഡ് ഇൻ ഇന്ത്യ 2001. ഞാൻ പറയുന്ന കുറച്ച് സ്പീഡ് കൂടി പോകുന്നു തോന്നുന്നു, അത് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുതലായതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അടുത്തത് 48 ചോദ്യം. എക്സ്പാൻഡ് ഗ്രാഫിക് കാർഡ്. എന്താണ് എക്സ്പാൻഡ് ഗ്രാഫിക് കാർഡ്? അവിടെ ഓപ്ഷൻസ് ABCD നമുക്കറിയാം, നമുക്ക് വായിച്ചു നോക്കാം. കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെന്റ്സ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. അപ്പോൾ നമ്മൾ വായിച്ച ആദ്യത്തെ ഓപ്ഷൻ തന്നെ എന്താണ്? ഗ്രാഫിക് കാർഡിന്റെ ഫുൾ ഫോം ആണ് കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെന്റ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുമ്പോൾ ഇവിടെ എയ്ഡ് എന്നൊക്കെ തന്നിരിക്കുന്നു. എയ്ഡ്, അതേപോലെ തന്നെ കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ റീജിയണൽ ഡെവലപ്മെന്റ്. നമ്മൾ തെറ്റിക്കുന്ന റൂറൽ മാറ്റി റീജിയണൽ ആക്കി. നൺ ഓഫ് ദീസ്. ഇവിടുത്തെ ആൻസർ എന്താണ്? A ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, അടുത്തത് ദ ഏരിയ ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് എ സർക്കിൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ലിമിറ്റഡ്. ഈ സർക്കിൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ആക്ടിവിറ്റി എവിടെ ഏതിനകത്ത് നിൽക്കുന്നു? നമുക്കറിയാം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ ഏരിയ ഓഫ് ആക്ടിവിറ്റി എവിടെ നിൽക്കുന്നു? ഏരിയ ഓഫ് ആക്ടിവിറ്റീസ് അല്ലെ ഓപ്പറേഷൻ എവിടെ നിൽക്കുന്നു? സ്റ്റേറ്റ് വൈഡ് നിൽക്കുന്നു അല്ലേ? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. സർക്കിൾ ആകുമ്പം താലൂക്കാണ്. താലൂക്ക് ലെവലാണ് ആൻസർ. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ വരുന്ന സെക്ഷൻ 88. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ വരുന്ന സെക്ഷൻ 89. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ വരുന്ന സെക്ഷൻ 88. ഓർത്തിരിക്കണം. അടുത്ത 50 ചോദ്യം. വൈകുന്ത മേത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ന്യൂഡൽഹി, ബംഗളൂരു, പൂനെ, അഹമ്മദാബാദ്. എന്താണ്? ന്യൂഡൽഹി, ബാംഗ്ലൂരു, പൂനെ, അഹമ്മദാബാദ്. ആൻസർ എന്താണ്? പൂനെ. വാംനിക്കോം ആണ് ചോദിച്ചേക്കുന്നത്. വൈകുന്ത മേത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ്. പേര് കൃത്യമായി ഓർത്തിരിക്കണം. വാംനിക്കോമിന്റെ പൂർണ്ണ പേര് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇതുപോലത്തുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. എന്നാൽ ഇവിടെ കൺഫ്യൂഷൻ ആക്കാൻ
ഒരുപാട് സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനുമാണ്. വൈകുന്ത മേത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് വാംനികോം വന്ന വർഷം ചോദിക്കാം. 1979 വന്ന വർഷം എന്നാണ് 1979. അപ്പോൾ ആദ്യത്തെ 50 ചോദ്യമാണ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ളത്. പിന്നെ ഉള്ളത് അക്കൗണ്ടൻസിയാണ്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ 2017 സിലബസ് വ്യത്യസ്തമായിരുന്നു. അപ്പം അത് 50 ചോദ്യം നമ്മൾ എന്താണ് പഠിച്ചത്? കോർപ്പറേഷനാണ്. ഓക്കെ, അപ്പം വീഡിയോ നല്ലോണം കാണുക, മനസ്സിലാക്കുക, പോർഷൻസ് മനസ്സിലാക്കി എടുക്കുക. ആ പോർഷൻസിൽ നിന്ന് കൂടുതൽ ചോദ്യം പിന്നെയും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഏതെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ ഉടൻ തന്നെ കവർ ചെയ്യുക. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അതേപോലെ ഞാൻ പറഞ്ഞ പോലെ PDF മറക്കാതെ മേടിക്കാൻ കഴിയുന്നത് മേടിക്കുക. അത് ഈ പറഞ്ഞ പോലെ 1000 ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഏപ്രിൽ 12 രാത്രി മുതൽ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ PDF വേണമെന്നുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ താങ്ക് യു.